ഓ പിന്നെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് മാസാണ്, ലക്ഷദ്വീപുകാരുടെ മാസാണ്. അപ്പോൾ മാസപ്പം എന്ന് പറയുന്ന ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാസിനെ നമ്മൾ വൃത്തിയാക്കി അരിയുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിനകത്തെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം. എന്നിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനെ നമ്മളിനി പൊടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിലിട്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും മാസ് അരിയുന്ന ആ ഒരു പണിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റിൽ തന്നെ മാസ് അരിയുന്ന പണിയായിരുന്നു കേട്ടോ. ഇതുപോലെ വൃത്തിയാക്കി എടുക്കുമ്പോൾ അവിടെയൊക്കെ ഇരുന്ന് എല്ലാവരും മാസാണ് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പഞ്ചസാര ലായനി തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇന്ന് നമ്മളൊരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ലായനി റെഡിയാക്കുന്നത്. അപ്പോൾ അടുത്ത പലഹാരമായിട്ടുള്ള കുത്തിപ്പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദാമാവിനകത്തേക്ക് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലതുപോലെ നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചെടുക്കണം. എന്നിട്ട് ഒരു ചെമ്പിൽ ഒരാൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അത് അടുത്തൊരു പാത്രത്തിലെടുത്തിട്ട് നല്ല രീതിയിൽ അതിനെ ഒന്ന് മയം വരുത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ മയം വരുത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പലഹാരത്തിൻ്റെ പേര് കുത്തിപ്പൊരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ 3 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ മാസപ്പം പകുതി പണിയാണ് ഇന്ന് ചെയ്ത് വെക്കുന്നത്, ബാക്കിയൊക്കെ നാളെയാണ് ചെയ്യുന്നത്. 2 പലഹാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്, കുത്തിപ്പൊരിച്ചതും വെട്ടുകോഷ്. അങ്ങനെ 2 സംഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ടും ഈ ഒരു മാവ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മാവ് എടുത്ത് ചെറിയ ഉരുളയാക്കിയിട്ട് ചപ്പാത്തി പലകയിൽ വെച്ച് ഇങ്ങനെ നൈസായിട്ട് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലാണ് ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കുന്നത്. ഇത്രയും ചെറിയ ഉരുളയാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനെ നൈസായിട്ട് പരത്തി എടുത്തിട്ട് അതിനകത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഷേപ്പുകൾ വരുത്തും അതിൽ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അതിനകത്ത് നമുക്ക് വരുത്താം. അപ്പം അവരവരുടെ കലാവാസനയൊക്കെ അനുസരിച്ച് ഓരോരോ ഷേപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എന്നിട്ട് അതിനെ മാറ്റി മാറ്റി ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മൾ വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടോ, ഇത് അടുത്തൊരു ഡിസൈൻ. അങ്ങനെ ഇപ്പോൾ ഇവരെല്ലാവരും ഈ പരിപാടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാൾ കണ്ണും മൂക്കും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ള ഓരോ ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഓരോരുത്തർ പരത്തുന്നുണ്ട്, ഓരോരുത്തർ മാവ് കുഴയ്ക്കുന്നുണ്ട്, തൊട്ടടുത്തിരിക്കുന്നവർ അതിനകത്ത് ഡിസൈൻ കൊടുക്കുന്നു. അങ്ങനെ ചുറ്റിലും ഇരുന്ന് എല്ലാവരും പണിയിലാണ് കേട്ടോ. ഇവിടെ ഒരാൾ ഹാർട്ട് ഷേപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാസ് റെഡിയായി കേട്ടോ. മാസ് റെഡിയായെന്ന് വെച്ചാൽ മാസ് അരിഞ്ഞു വെച്ചു. ഇനി ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ മാസപ്പം തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുത്തിപ്പൊരിച്ചത് റെഡിയാക്കാനുള്ള എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സംഭവം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ഓരോന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊരിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളിത് പൊരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ പഞ്ചസാര ലായനി ചേർക്കാനുണ്ട്. അത് ഇന്നല്ല ചെയ്യുന്നത്. നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഉണ്ടാക്കിയ പലഹാരങ്ങളിൽ പഞ്ചസാര ലായനി ചേർക്കാനുള്ള കുറേ പലഹാരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാം കൂടെ വേണ്ടിയിട്ട് ഒരു ദിവസമാണ് നമ്മൾ ഈ ഒരു പഞ്ചസാര ലായനി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിതെല്ലാം ഇങ്ങനെ പൊരിച്ച് റെഡിയാക്കി വെക്കും. അപ്പം നമ്മുടെ കുത്തിപ്പൊരിച്ചത് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ പഞ്ചസാര ലായനി അതിൻ്റെ ആ ഒരു പരുവം നോക്കാൻ വേണ്ടി ഈ ഉമ്മ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പരുവം കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഇനി അവർ അത് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പഞ്ചസാര ലായനി റെഡിയായി. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇന്നൊരു പലഹാരം ഉണ്ടാക്കുന്നുണ്ടേ. ഇവിടെ മാസപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടോ, മാസ് പൊടിച്ച് വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടുന്ന സവാള ഇട്ട് മൂപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഉരുളി വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു മാസപ്പത്തിൻ്റെ പകുതി പണിയാണ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നാളത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇത് കണ്ടോ, നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ ആ ഒരു കുത്തിപ്പൊരിച്ചത് വേറെ അടുത്ത പാത്രങ്ങളിലത്തേക്ക് ആക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രം നിറഞ്ഞ്, അപ്പോൾ ഇതിനകത്താകുമ്പോഴത്തേക്ക് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ബാക്കി പണി ചെയ്യുന്ന ദിവസം ആകുമ്പോഴത്തേക്ക് എടുത്താൽ മതിയല്ലോ. അങ്ങനെ എല്ലാം അടുക്കി ഈ ഒരു ബക്കറ്റിനകത്ത് അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി ഇവിടെ മൂത്ത് കഴിഞ്ഞു. അതിനകത്തേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മൂത്ത് വരണം. ഈ തേങ്ങ ഒക്കെ മൂത്ത് നല്ലൊരു മണം വരണം.
അത്രയും നേരം വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതേ ഓരോരുത്തരും ഇങ്ങനെ കൈമാറി അത് ഇളക്കുന്നുണ്ട്. അങ്ങനെ മാസപ്പത്തിൻ്റെ പരിപാടി ഇതാ ഇവിടെ തുടങ്ങി. അതിനകത്തേക്ക് ഇതാ ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി അതിനകത്തേക്ക് കറിവേപ്പില ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ ഇനിയും നല്ല രീതിയിൽ മൂത്ത് വരാനുണ്ട്. ഇതെല്ലാം ചേർന്ന് ഇതിൻ്റെ മണമൊക്കെ ഇതിനകത്ത് പിടിച്ച് നല്ല രീതിയിൽ ഇനി ഇത് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മുടെ മാസം ചേർത്തു. അതിനകത്ത് പിന്നെ ഉപ്പിടുന്നുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിടുന്ന വീഡിയോ നമ്മൾ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ചേർക്കുന്നത് നാരങ്ങ നീര്. അങ്ങനെ അതും ചേർത്ത് ഇനി ഇതും നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ അടുത്ത പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ഇന്നത്തെ മെയിൻ ഒരു ഐറ്റം കേട്ടോ. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കുറേഫത്ത് എന്ന് പറയും. ദീപകാർ പറയുന്നത് കുറേഫത്ത്. അപ്പോൾ നമ്മൾ ഇന്നലെ അരിമാവ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ അരിമാവിനകത്തേക്ക് നമ്മുടെ ഈ ഒരു പഞ്ചസാര ലായനി ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തേക്ക് ഇനിയും കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഇനിയും കുറേ ഇൻഗ്രീഡിയൻസ് വരാനുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിനകത്തേക്ക് ബദാം സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും ചേർത്ത് ഓരോന്നും ചേർക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കണ്ട അതിനകത്തെ ആ ഒരു തരിയൊക്കെ ഇങ്ങനെ പൊടിച്ച് മാറ്റിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ അതിങ്ങനെ മിക്സ് ചെയ്ത് കട്ട കെട്ടാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റോസ് വാട്ടറാണ് ചേർക്കുന്നത്. അങ്ങനെ റോസ് വാട്ടറും ചേർത്തിട്ട് ഇനി അത് വീണ്ടും മിക്സ് ചെയ്യും. മിക്സിങ് കുറേ ഉണ്ടല്ലേ. ഇന്നത്തെ മെയിൻ ഐറ്റം ഇതായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. ഇത് നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ ആ ഒരു മാവിനകത്തുനിന്ന് രണ്ടാമത്തെ ഒരു ഐറ്റം ഉണ്ടാക്കുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ സംഭവമാണ് ഇത്. ഇതിൻ്റെ പേര് വെട്ടുകോശം എന്നാണ്. അതായത് നമ്മുടെ ഈ ഒരു ഡയമണ്ട് ഉണ്ടാക്കുന്നത് പോലെ, അതായത് നല്ല വലിയ രീതിയിൽ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയിട്ട് അത് ഈ ഒരു ഷേപ്പിൽ അതിനെ എടുക്കും. കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിനെ വെട്ടുകോശം എന്ന് പറയും കേട്ടോ. ഇനി ഇതും നമ്മൾ പഞ്ചസാര ലായനിയിൽ മുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ മുമ്പേ ആ മൈദാമാവും വെള്ളം കൂടെ ചേർത്ത് കുഴച്ചില്ലേ, അത് വെച്ച് ഇപ്പം നമ്മൾ 2 ഐറ്റം ഉണ്ടാക്കി. ആദ്യം നമ്മളൊരു ഐറ്റം ഉണ്ടാക്കി, ഇപ്പോൾ ഇതും ഉണ്ടാക്കി. ആദ്യം ഉണ്ടാക്കിയത് കുത്തിപ്പൊരിച്ചതും ഇപ്പോൾ ഈ ഒരു വെട്ടുകോശും. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അത് ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിനകത്തേക്ക് ഈ മാവ് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ അതിനെ കിട്ടും. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും ഈ സംഭവം. ഇനിയും ഉണ്ട് ഇതിനകത്ത് പണി കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതുപോലെ ഗ്ലാസ്സിനകത്ത് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു സംഭവം ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ മാസപ്പത്തിനുള്ള മാസൊക്കെ റെഡിയായി. ഇനി അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്താൽ സെറ്റായി. ഇനി ഇതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇതെടുത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് ബാക്കി പരിപാടി നാളെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയെല്ലാം ചേർത്ത് എല്ലാം റെഡിയായി. ഇനി അത് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ ഇതിനുള്ള പകുതി പണി ഇന്ന് കഴിഞ്ഞു. ഇനി ബാക്കി പണി നാളെ. അതിനിടയ്ക്കൂടെ ഇവിടെ എല്ലാവരും നമ്മുടെ ആ ഒരു കുറേഫത്ത് ഉണ്ടാക്കുന്ന ആ ഒരു പണിയിലാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു മാസപ്പത്തിനുള്ള ഈ ഒരു സംഭവം ഉണ്ടാക്കിയില്ലേ, അതെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു കേട്ടോ. ആദ്യം തന്നെ നമുക്കത് തന്നു ടേസ്റ്റ് ചെയ്യാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ റെഡിയായി. ഇനി ഇത് എടുത്തുകൊണ്ട് വെക്കാൻ പോവാണ്. ഇനി നമ്മുടെ കുറേഫത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉരുളി ചൂടാക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഇതുപോലെ ഒരു അടപ്പ് പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ചാമ്പലിട്ടിട്ട് നമ്മൾ തീക്കനലിടുന്നുണ്ട്. കുറച്ച് ചാമ്പലിട്ടിട്ട് മണ്ടയിൽ തീക്കനലൊക്കെ ഇട്ട് കുറച്ച് തൊണ്ടുമൊക്കെ എടുത്ത് വെച്ച് തീ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അടപ്പ് പാത്രത്തിൻ്റെ മുകളിൽ നമ്മൾ തീയൊക്കെ കൊടുത്തിട്ട്, അതായത് പുക വരുവാണ്. എന്നിട്ട് പിന്നെ അത് തീ കത്തി അതിനി ഒന്ന് കനലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ചൂടായിരിക്കുന്ന ആ ഒരു ഉരുളിയിലേക്ക് നമ്മൾ ഈ ഒരു ഷേപ്പിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കുറേഫത്ത് എന്ന് പറയുന്ന സംഭവം എടുത്ത് അതിനകത്ത് ഇങ്ങനെ നിരത്തി വെക്കും.
അതായത് നമ്മുടെ നാച്ചുറൽ ഓവൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഓവൻ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഓവനകത്തേക്ക് വെച്ചാൽ മതി. പക്ഷെ നമ്മളിവിടെ ഓവൻ ഇല്ലാത്തത് കൊണ്ട് ഇതാണ് നമ്മുടെ നാച്ചുറൽ ഓവൻ. ദേ കണ്ടോ, അതിന് മുകളിലേക്ക് ആ ഒരു അടപ്പ് പാത്രം, മണ്ടയിൽ കനലുള്ള ആ ഒരു അടപ്പ് പാത്രം നമ്മൾ എടുത്തു വെച്ചു. അപ്പോൾ ആ ഒരു ഉരുളിയുടെ താഴെ കൂടെയും കനലുണ്ട്, ഇതിൻ്റെ മുകളിലും കനലുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലിരുന്ന് വേണം ഈ ഒരു സംഭവം ഇനി റെഡിയായി വരാൻ വേണ്ടി. അപ്പോൾ അതെ താഴെ കൂടെ ചെറിയ തീയാണ് കൊടുക്കുന്നത് കേട്ടോ, വലിയ ഇതൊന്നുമില്ല. നമ്മൾ കനലായിട്ടേക്കുന്നത്, തീയായിട്ടൊന്നുമില്ല. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ റെഡിയായോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ റെഡി ആയിട്ടില്ല കേട്ടോ. തൊട്ടിപ്പുറത്ത് തന്നെ അടുത്ത ഉരുളിയും വെച്ചിട്ടുണ്ട്. കാരണം ഇനിയും ഉണ്ടാക്കാനുണ്ടല്ലോ, ഇവിടെ ആൾക്കാർ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയിട്ടായിട്ടില്ല. ദേ ഇപ്പുറത്തെ ഉരുളിയിലും വെച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ 2 ഉരുളിയിലായിട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. അങ്ങനെ ദാ ഇതെല്ലാം പറക്കി അടിപൊളിയായിട്ട് വെച്ചിട്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ പഴയതുപോലെ കനൽ വെച്ചിട്ടുള്ള അടപ്പ് പാത്രം എടുത്ത് വെക്കും. അങ്ങനെ ദേ നമ്മൾ 3ാമത്തെ പ്രാവശ്യം അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഖുറൈഫത്ത്. ഇന്ന് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ, ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഈ ഒരു സംഭവത്തിനെ നമുക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ ഖുറൈഫത്ത് ദേ റെഡിയായി. അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലെ കല്യാണ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.